തൊടേണമേ. ആരാധനേ യേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവിടുത്തെ ശക്തിയും അഭിഷേകവും പ്രാപിക്കാൻ ഉത്സാഹിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് ജീവിതത്തെ സമർപ്പിച്ചെന്ന് ഈ ദിവസം സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ അഭിഷേകം നമ്മളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെപ്പറ്റിയാണ് ധ്യാനിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത്തരത്തിലുള്ള പല സന്ദർഭങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയൊരു ആവശ്യകതയാണ് തമ്പുരാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത അഭിഷേകം ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, ആത്മായ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, സെമിനാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത്. നമുക്കതിന് കടമയുണ്ട് എന്നൊരു ബോധ്യം ഈ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മോശ. ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. എപ്പോഴാണ് മോശയെ ദൈവം തിരഞ്ഞെടുത്തത്? ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കടന്നപ്പോൾ അവർ നിലവിളിച്ചു. അവരുടെ നിലവിളി കേട്ടപ്പോൾ ദൈവം മോശസിനെ അഭിഷേകം ചെയ്തു. ഇങ്ങനെ മോശയെ ദൈവം അഭിഷേകം ചെയ്തത് ഇസ്രായേൽക്കാർക്ക് വിജയം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദൈവ മകനെയും മകളെയും ദൈവം പ്രത്യേക അഭിഷേകം ചെയ്ത് ഉയർത്തുന്നത് ദൈവജനത്തിന് വിജയം നൽകാനായിട്ടാണ്. പിശാചിൻ്റെ മേൽ അടിമത്തമുള്ള സകല ജനത്തെയും അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ വികാരിച്ചനെയും നിങ്ങളുടെ മഠത്തിലുള്ള സിസ്റ്റേഴ്സിനെയും ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്തത് നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ജോഷുവ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാരുടെ എതിരാളികളായ അമലേക്കരെ തുരത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോഷുവായും കൂട്ടരും അമലേക്കരുമായി യുദ്ധത്തിന് പോയപ്പോൾ മോശ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറി. ഒരു വലിയ പാറയുടെ അടുത്ത് പോയി മോശപ്രവാചകൻ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ബൈബിൾ പ്രകാരം പറയുകയാണ്, പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 11-ാം വാക്യം, മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. ദൈവമായ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷിക്തരെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ദൈവജനത്തിന് വിജയം ഉണ്ടാകും. സകല മേഖലകളിലും വിജയം ഉണ്ടാകും. അടുത്ത വചനം ഇപ്രകാരമാണ്, കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. പ്രിയപ്പെട്ടവരെ, മോശ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചില കുറവുകളെല്ലാം വന്നു. ആരോഗ്യം ഒരുപക്ഷെ ക്ഷയിച്ചു കാണും, ക്ഷീണം വന്ന് കാണും, എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹത്തിൻ്റെ കരങ്ങൾ താന്നു. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ താന്നപ്പോൾ അമലേക്കർ വിജയിച്ചു, ഇസ്രായേൽക്കാർ പരാജയപ്പെടാൻ തുടങ്ങി. അടുത്ത വചനം വളരെ ശ്രദ്ധേയമാണ്. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ലു നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേൽ ഇരുന്നു. അഹറോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും ആളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. പ്രിയപ്പെട്ടവരെ, കുഴഞ്ഞുപോയ മോശയുടെ കരങ്ങൾ ആളുകൾ വന്ന് താങ്ങിപ്പിടിച്ച് പൊക്കിക്കൊടുത്തു. പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണം. പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങളുമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു വലിയ പ്രസിദ്ധനായിട്ടുള്ള ധ്യാനഗുരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഇടവകയിലെ ആളുകളുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ആത്മീയ ശുശ്രൂഷയുടെ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ ചില ആളുകൾ ധ്യാനം കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി അഭിഷേകം പ്രാപിച്ചു. അവരെ മനസ്സിലാക്കി അവരുടെ അഭിഷിക്തന് കൂടുതൽ കൃപകളും വരങ്ങളും കിട്ടണമെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്.
10-30ഓളം കുടുംബങ്ങൾ അച്ഛന് വേണ്ടി ഉപവാസം അനുഷ്ഠിച്ച് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. എല്ലാ ആഴ്ച അവർ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. ശരിക്കും ഉള്ളു തുറന്ന് ആത്മാർത്ഥമായ അച്ഛനിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങോട്ട് വ്യാപിക്കാൻ വേണ്ടി ശക്തമായിട്ട് അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ആ വൈദ്യങ്ങളിലേക്ക് ഉണ്ടാവുകയും ദൈവം അച്ഛനെ അത്ഭുതകരമായിട്ട് ഉയർത്തുകയും ചെയ്തെന്ന് 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും വലിയ രക്ഷയുടെ സുവിശേഷം അറിയിക്കാൻ ആ മകനെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറയാണ്, എൻ്റെ ഇടവക ജനം എനിക്ക് വേണ്ടി നോമ്പ് നോറ്റ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്. പ്രിയപ്പെട്ടവരെ, മോശയുടെ കരങ്ങൾ കുഴഞ്ഞു പോയപ്പോൾ ആളുകൾ വന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. വിജയിച്ചത് ദൈവജനമാണ്. പ്രവാചകന്റെ പുരോഹിതന്റെ കരങ്ങൾ ഉയരുമ്പോൾ വിജയിക്കുന്നത് ദൈവജനമാണ്. നിങ്ങൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉയർത്തിയിട്ടുള്ള അഭിഷിക്തന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ ഇതുപോലെ മനോഹരമായൊരു സംഭവമുണ്ട്. അത് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളാണ്. അവിടെ സക്കറിയ എന്ന് പറയുന്ന വലിയൊരു പ്രവാചകൻ, ആ പ്രവാചകൻ പ്രാർത്ഥിച്ച സമയത്ത് സംഭവിച്ച അത്ഭുതകരമായ ഒരു കാര്യം നമുക്കത് വായിച്ച് കേൾക്കാം. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ പ്രവാചകൻ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ധൂപമർപ്പിക്കുന്ന സമയത്ത് ദൈവജനം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവര് വെളിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. മാലാഖ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വൈദികരെ, നിങ്ങളുടെ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ദേശത്ത് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരെ, മാലാഖമാരെ കാണണമെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജനം മുഴുവനും വെളിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ ഇതാ സഖറിയായ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ദൈവത്തിൻ്റെ ദർശനമുണ്ടായി, മാലാഖയുടെ ദർശനമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാലാഖയുടെ ദർശനം ഉണ്ടാകാത്തത്, ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ജനം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ജനം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സിറോ മലബാർ കുർബാന ക്രമത്തിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ് വൈദികൻ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ 2 ബലഹീനമായ കരങ്ങളെ ദൈവജനത്തിൻ്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് അവരോട് ഇങ്ങനെ പറയും, കർത്താവെ ആശീർവദിക്കണമേ, എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കരങ്ങൾ വഴി കുർബാന പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഒരു പുരോഹിതന്റെ കരങ്ങളിലൂടെ ബലിയർപ്പണം പൂർത്തിയാകണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിച്ചേ മതിയാകൂ. പ്രാർത്ഥിച്ചാൽ ഈ വൈദികന്റെ കരങ്ങളിലൂടെ ബലിയർപ്പണം പൂർത്തിയാകും. ബലിയർപ്പിക്കപ്പെടുമ്പോൾ ജീവൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക് പ്രവഹിക്കാനായിട്ട് ആരംഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിന് ഇതിനെക്കുറിച്ച് വലിയൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് ദൈവജനത്തിന് കത്തുകളയക്കുമ്പോൾ ഓരോ പ്രാവശ്യവും കത്തിൻ്റെ സമാപന അധ്യായങ്ങളിലൊക്കെ ഇപ്രകാരം കുറിച്ചു വെക്കും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റോമാലേഖനത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 30-31 വാക്യങ്ങളിൽ ഇപ്രകാരം ദൈവജനത്തോട് പറയുകയാണ്, സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം ഓരോ ദൈവമകനും ദൈവമകൾക്കുണ്ടായിരിക്കണം. അതാണ് സെന്റ് പോൾ പറയുന്നത്, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം. അത് നിർബന്ധത്തിന് വഴങ്ങിയല്ല. പൗലോസ് പറയുകയാണ്, അത് പരിശുദ്ധാത്മാവിലുള്ള ആ സ്നേഹത്തിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും അഭിഷേകം കിട്ടി ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെ കണ്ട ആ വലിയ അപ്പസ്തോലൻ ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കണം, ഉത്സാഹം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ കടന്നു പോവുകയാണ്. പല മാധ്യമങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരെ വളരെ വികലമായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ അനേകം പേരുടെ ഉള്ളിൽ ഈ ഒരു വെറുപ്പും വിദ്വേഷവും വളരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു വൈദികനെ കാണുമ്പോൾ പരിശുദ്ധാത്മാവി അച്ഛനെ അഭിഷേകം ചെയ്യണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു കന്യാസ്ത്രീയെ കാണുമ്പോൾ പരിശുദ്ധാത്മാവെ സിസ്റ്ററിനെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച്, ധ്യാന കേന്ദ്രങ്ങളിലും മറ്റു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ കാണുമ്പോൾ പരിശുദ്ധാത്മാവെ ഇവരൊന്ന് അഭിഷേകം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവം ഇടപെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പൗലോസ്ലീഹായുടെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കട്ടെ. എനിക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉത്സുകരായിട്ട് സഹകരിക്കുവിൻ. വീണ്ടും കൊളോസോസിന്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഇപ്രകാരം ജൈവജനത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറയുകയാണ്: കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് പഠിപ്പിക്കുകയാണ്, കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്നു നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ആദിമസഭയിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും അനേകം വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമൂഹങ്ങളിലാണ്, ഇടവകകളിലാണ് ദൈവത്തിന്റെ ജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കത്തിപ്പടരുന്നത്. കൃതജ്ഞതാഭരിതരായിട്ട് ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. വചനത്തിന്റെ കവാടം തുറന്നു തരണം. വചനം പഠിച്ച ആളുകൾ ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് വചനം പ്രഘോഷിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ വചനത്തിന്റെ കവാടം തുറന്നു കൊടുത്താലേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവമായ കർത്താവ് വചനത്തിന്റെ കവാടം ഇവർക്ക് തുറന്നു കൊടുക്കണം. അതുപോലെ ആ വചനം വെള്ളം ചേർക്കാതെ ശക്തിയോടുകൂടി പ്രഘോഷിക്കുവാനുള്ള അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷ ലോകത്തിൽ ശക്തമായിട്ട് ഉയരണമെങ്കിൽ വചനം പ്രഘോഷിക്കുന്നവർക്ക് വിശുദ്ധിയും അഭിഷേകവും കൂടിയേ തീരും. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നേരിട്ട് വചനം പ്രഘോഷിക്കാൻ ഒരുപക്ഷെ പോകുന്നില്ലായിരിക്കും. എങ്കിലും പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വചനം ഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ വലിയൊരു മാതൃകയാണ്. എത്രയോ ആളുകൾക്ക് വേണ്ടി കൊച്ചുത്രേസ്യ രാപകലിരുന്ന് പ്രാർത്ഥിച്ചു. ആ മഠത്തിന്റെ 4 മതിലിന്റെ ഉള്ളിൽ കുത്തിയിരുന്ന് ആ കൊച്ചുത്രേസ്യ എന്ന വലിയ വിശുദ്ധ ഇരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിപ്പിച്ചതുപോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. വീണ്ടും എഫേസോസിന്റെ ലേഖനം അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തുടർന്ന് പൗലോസ് പറയുന്ന വാക്യം: ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചും കൂടെ സഭയെ നയിക്കുന്ന വ്യക്തികളെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ കുർബാനയിലും മാർപ്പാപ്പായുടെയും മെത്രാന്മാരുടെയൊക്കെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപടി കൂടി ആത്മാർത്ഥമായി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭ നവീകരിക്കപ്പെടട്ടെ. നമ്മുടെ വികാരിച്ചമാരും സിസ്റ്റേഴ്സും നവീകരിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. സെമിനാരികൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വൈദിക വിദ്യാർത്ഥികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവിടെ പഠിപ്പിക്കുന്ന വൈദികർ അഭിഷേകം പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടി പരിശീലനം നേടുന്ന സന്യാസിനി അർത്ഥികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭ അനുഗ്രഹം പ്രാപിക്കട്ടെ. കണ്ണുകളടച്ച് 2 കരങ്ങളും യാചനാരൂപത്തിൽ തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് സഭയെ നയിക്കുന്ന സകല മക്കളുടെ മേലും ദൈവത്തിന്റെ ശക്തി അത്ഭുതകരമായിട്ട് നിറയുവാൻ, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഓരോ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അഭിഷേകം ചെയ്യണമേ, അവരെ ഉയർത്തണമേ, സഭയെ നവീകരിക്കണമേ. ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ വചനം വെള്ളം ചേർക്കാതെ ധൈര്യമായി ശക്തിയോടുകൂടി പറയാൻ ധാരാളം പേരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി.
പ്രൈസ് ദി ലോർഡ്. Hallelujah, Maranatha. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ആ ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പുതിയ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിറയപ്പെടാൻ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ മോശപ്രവാചകനെ ദൈവം ഉയർത്തിയത് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ ദൈവം പ്രവാചകനെ ഉയർത്തി അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ നിലവിളി നിർത്തിയില്ല. വീണ്ടും വീണ്ടും അവർ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറേ ആളുകളെങ്കിലും നമ്മളത് മനസ്സിലാക്കി. നമുക്ക് ഈ നിമിഷങ്ങളിൽ ആ മോശപ്രവാചകന് വേണ്ടി ദൈവജനം പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈ നിമിഷങ്ങളിൽ ഈശോയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ എല്ലാ അഭിഷിക്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹവും സമാധാനവും സന്തോഷവും പകരുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുവാൻ വേണ്ടി അങ്ങ് നിയോഗിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സെമിനാരിക്കാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർക്കെല്ലാവർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷിക്തരുടെ കുറ്റം പറഞ്ഞാൽ അവർക്ക് അഭിഷേകം വർദ്ധിക്കുകയില്ല, നമുക്കും അഭിഷേകം വർദ്ധിക്കുകയില്ല. എന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ചാൽ നമ്മുടെ അഭിഷേകം വർദ്ധിക്കും, അവരുടെ അഭിഷേകം വർദ്ധിക്കും. നിങ്ങളത് മറക്കരുത്. ഉത്തരവാദിത്വമുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവിക ദർശനം അവർക്കുണ്ടാകണമെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കണം. സക്കറിയായ്ക്ക് വേണ്ടി ദൈവജനം സമൂഹം മുഴുവനും വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദൈവിക ദർശനം ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റം പറച്ചിൽ നിർത്തി പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ നമുക്ക് അഭിഷേകം വർദ്ധിക്കും, ലോകം അനുഗ്രഹം പ്രാപിക്കും, സഭകൾ നവീകരിക്കപ്പെടും. നമുക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും സമർപ്പിക്കാം. ഒരുപക്ഷെ നമുക്ക് ചില വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കാണുമായിരിക്കും. അതെല്ലാം ഈ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ തുടർന്നുള്ള ജീവിതത്തിൽ സെന്റ് പോൾ പറയണത് പോലെ കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ. അവർക്ക് വചനം ലഭിക്കണം, അവർക്ക് ധൈര്യം ലഭിക്കണം, അവർക്ക് അഭിഷേകം ലഭിക്കണം, അവർക്ക് വിശുദ്ധി വർദ്ധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിന്റെ നാമത്തിൽ ജനത്തെ ആശീർവദിക്കുന്നു യേശുവേ. ഓരോ കുടുംബത്തെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. വൈദികർക്കും സിസ്റ്റേഴ്സിനും സമർപ്പിതരായി മറ്റുള്ളവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ, ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുവാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ നീ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. നിന്റെ നാമത്തിൽ ഇവരെ ആശീർവദിക്കുന്നു. പ്രാർത്ഥനയുടെ ചൈതന്യം, അഭിഷേകത്തിൻ്റെ ശക്തി എല്ലാവരിലേക്കും നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗീയ പിതാവേ, വലതുകരം നീട്ടി ഈ മക്കളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. Hallelujah, Maranatha. Come, Lord Jesus. എൻ്റെ പേര് സിസ്റ്റർ ഫ്രാൻസി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നു. എനിക്ക് 1 വർഷമായിട്ട് എൻ്റെ കയ്യിലും കാലിലും സോറിയാസിസ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. 3 ഡോക്ടേഴ്സിനെ കണ്ടിട്ട് 3 ഡോക്ടേഴ്സ് അതുപോലെ തന്നെയാണ് വിധി എഴുതിയത്. ഒരു ദിവസം ഒരു സിസ്റ്റർ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു എണ്ണ എൻ്റെ കയ്യിൽ പുരട്ടിയിട്ട് എനിക്ക് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇനി വേറെ ഡോക്ടർ കാണാൻ പോകണമെങ്കിൽ പോയിക്കോ എന്നും പറഞ്ഞു. പ്രാർത്ഥിച്ചോളം പറഞ്ഞു. 9 എത്രയും തേനുള്ള മാതാവും 9 വിശ്വാസ പ്രമാണവും ദിവസം ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അത് എൻ്റെ ഇന്ന് പലപ്പോഴും മുടക്കം വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഡോക്ടർ കാണാൻ പോയി. എന്താണ് ഇതെന്ന് അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, സിസ്റ്റർ ഇത് സോറിയാസിസ് അല്ല, സിസ്റ്റർ എന്തെങ്കിലും കെമിക്കൽസ് കൈകാര്യം ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു കെമിക്കൽസും കൈകാര്യം ചെയ്യണില്ല, ബില്ല് സൈൻ ചെയ്യൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ 1 വർഷം ഒരു കോൺവെൻറ്റിൽ നിന്ന് മാറി താമസിച്ചപ്പോൾ ബാത്റൂം കഴുകിയിരുന്ന കാർപ്പിക്കോ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലീച്ചിങ് പൗഡറും കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ റിയാക്ഷനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട്
സിസ്റ്റർ മാറും ഇത് വേഗമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കൈയും കാലൊക്കെയും പഴുത്തിട്ടാണ് ഇരുന്നിരുന്നത്. കൈയും കാലും പഴുത്തിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുമ്പം അപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, നീ ഈ കാല് വെച്ചിട്ട് പോകണ്ട, പോയി കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാവും, പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ബുദ്ധിമുട്ടിൽ കൂടെ പോയാൽ തന്നെ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ പോകില്ല, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം എനിക്കൊരു സ്വല്പം ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയില്ല. എൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും പഴുപ്പെല്ലാം മാറി. ദൈവത്തിന് നന്ദി പറയണു. കയ്യിലെയും കാലിലെയും പഴുപ്പ് മാറി. ഉണങ്ങിപ്പോയോ? ആ കൈ ഒന്ന് കാണിക്കാവോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നോക്കിയ രണ്ട് കൈ നോക്കിയേ, ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത് കണ്ട. ഇതുപോലെ കാലിലുണ്ടായിരുന്നോ? കാലിൽ ഇതുപോലെ തന്നെയായിരുന്നോ? ഈ കൈ ഇതാ നോക്ക്, കാല് കണ്ട. ഹല്ലേലൂയ. പഴുത്തിരുന്ന കൈകളും കാലുകളും യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉണങ്ങി കരിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇത് എത്ര നാളായിട്ടുള്ളതായിരുന്നു? ഒരു 1.5 വർഷമായിട്ടുള്ളതാണ്. പല ഡോക്ടർമാരെയും കാണിച്ചതാണ്. പലരും പല റീസൺ പറഞ്ഞു. എന്ത് റീസൺ തന്നെയാണെങ്കിലും ശരി, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നീങ്ങിയപ്പോൾ മരുഭൂമി കുലുങ്ങുകയും ആകാശം മഴ പൊഴിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവം ഒരു അത്ഭുതം. ആ കൈ ഒന്നും കൂടെ കാണിക്കാവോ? ഈ രണ്ട് കൈകൾ നോക്കുക, എല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കുക. ഇതുപോലെ 2 കാലിൻ്റെ പാദങ്ങൾ പഴുത്തിരിക്കുകയായിരുന്നു. 2 പാദങ്ങളും ഉണങ്ങി കരിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്.